സംയമനം കോൺഗ്രസിന് അവിടെ ഉണ്ടായിരുന്നു. അല്ല, പ്രധാന രാഷ്ട്രീയ പാർട്ടികളെ അങ്ങ് മാറ്റി നിർത്തി ചില ശക്തികൾ അവരാണ് ഈ സ്കൂൾ മാനേജ്മെന്റിന്റെ പിറകിലുള്ളതും അതുപോലെ തന്നെ ഇതിന് എതിരെ പ്രവർത്തിക്കുന്ന രംഗം വഷളാക്കാൻ നോക്കുന്നവരും എന്നുള്ള ആരോപണമുണ്ട്. അതുകൊണ്ടാണ് ലീഗിനെ പോലെയുള്ള പാർട്ടികളൊക്കെ ഒന്ന് സംയമനം പാലിച്ച് അത് നിരീക്ഷിച്ചത്. പക്ഷെ ആത്യന്തികമായി നോക്കിയാൽ കുട്ടികളെ പഠിപ്പുറത്തട്ടി വന്നു കേരളത്തിൽ. അതിന് ഉത്തരവാദിത്വം ഗവൺമെന്റിന് ഉണ്ടല്ലോ. വിദ്യാഭ്യാസ മന്ത്രി വ്യക്തിപരമായി എടുത്ത സമീപനം ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അതുകൊണ്ട് റിസൾട്ട് ഉണ്ടായില്ലല്ലോ. ഏത് അല്ല, അത് മാത്രം വേറിച്ച് അടിങ്ങി കൊടുക്കാനാണെങ്കിൽ കമന്റ് ഇല്ല. അതല്ല, ഞാൻ ജനറലായിട്ട് എല്ലാം പറഞ്ഞല്ലോ. എന്തിനാ എന്നെ കൊണ്ട് പറയിപ്പിക്കണം? അത്തരം ശക്തികൾ എന്ന് പറയുന്നതാണ് കൂടുതൽ നല്ലത്. അതിന് പേരൊക്കെ പറയുന്നത് ചിലപ്പോൾ പറയുന്നവരുടെ നിലവാരത്തിൽ യോജിക്കൂല. സ്കൂൾ ഇപ്പോഴും പറയുന്നത് മാനേജ്മെന്റ് പറയുന്നത് അവരുടെ നിയമത്തിനനുസരിച്ച് സ്കൂളിന്റെ ബൈലോ അനുസരിച്ച് എന്നുള്ളത് ഉയർത്തിക്കാട്ടിയാണ് അവരിപ്പോഴും ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ നടക്കേണ്ടതല്ലേ? യൂണിഫോം ഉണ്ടെങ്കിൽ ആ യൂണിഫോമിന് വിരുദ്ധമാവാതെ ഒരു ചെറിയ ഒരു തട്ടം അല്ലെങ്കിൽ ഒരു തലപ്പാവ് യൂണിഫോമിന് അനുസരിച്ച് തന്നെ ഒരു ചെറിയ തലപ്പാവ് അണിഞ്ഞാൽ എന്ത് പറ്റാനാണ്? പറയുന്ന അധ്യാപിക മുഴുവൻ തലപ്പാവ് അണിഞ്ഞിട്ടാണല്ലോ പറയുന്നത്. അതെങ്കിലും ഓർക്കണ്ടേ? മോശമായിപ്പോയി. വളരെ ഒരു അസഹിഷ്ണുതയുടെ ഒരു മകുടോദാഹരണമായിപ്പോയി. റിസൾട്ട് അവസാനം അവർ വിജയിക്കുകയും ചെയ്തു. അത് മോശമായി. അത് ഭരിക്കുന്ന ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലായിരുന്നു കേരളത്തിൽ. ഇതിനു മുമ്പുണ്ടായില്ല.